ഓക്കെ ആണോ? ഈ നോമ്പ് പിടിക്കുന്നതേ ആക്ച്വലി ഈ പാവപ്പെട്ടവരുടെ പട്ടിണിയുടെ വില അറിയാൻ വേണ്ടിട്ടാ. എന്തൊക്കെ കഴിച്ച്? ഈത്തപ്പഴത്തിൽ തുടങ്ങി 4 സമൂസ, 2 വെജ് 2 നോൺ വെജ്, പിന്നെ ഇതുപോലത്തെ ഒരു തണ്ണിമത്തം കഴിച്ചു, പിന്നെ പൊറോട്ടയും ബീഫ് കറിയും കഴിച്ചു, പിന്നെ ഒരു ചിക്കൻ ബിരിയാണിയും കഴിച്ചു. ആ കഞ്ഞി കുടിച്ചു പള്ളിന്ന്, അത് സുന്നത്താ. പള്ളിയിലോട്ടൊരു കുഴി പറയട്ടെ. സത്യത്തിൽ ഒരു മനുഷ്യന് ഇത്രയൊന്നും തിന്നാൻ പറ്റൂല മോനെ. രാത്രി പള്ളി തറാവിക്ക് പോയിട്ട് കുനിയെ നുവരെയും ചെയ്യണ്ടേ? തറാവിക്ക് പോക്കാൻ നിർത്തി. ഇന്നലെ സുജൂദിൽ പോയപ്പോ ഛർദിക്കാൻ വന്നു. ഇവിടം വരൊക്കെ കഴിച്ച ആരാലും ഛർദിക്കും. അല്ലാഹ്. അസ്സലാമു അലൈക്കും ഷാനി. വലൈക്കും സലാം. എവിടെ പോകുന്നു? നമസ്കരിക്കാൻ. ഈ കൈ ഇരിക്കുന്ന സാധനത്തിന്റെ പേരെന്ത്? മുസാമ്പി. മുസമ്പി. അത് നീ നോമ്പുറച്ചപ്പോ ഞാൻ തിന്നത്. അത് നിങ്ങളുടെ പള്ളിയിലെ മുക്രി. ഇക്ക എന്തുവായിരുന്നു ഇക്ക എന്റെ പേര്? മൂസ. 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 മൂസേ അല്ല. കൃഷ്ണ ഇതിന്റെ പേരെന്ന് പറഞ്ഞേ? മുസല്ലാന്നല്ലേ? കറക്റ്റ്. ഈ പാപം എല്ലാം കൂടെ ഇക്കായനും കൂടെ എവിടെ കൊണ്ട് തീർക്കൂടാ? അവസാനമായിട്ട് എപ്പോഴാ മലക്ക് പോയത്? 6ാമത്തെ വയസ്സിൽ. പിന്നെന്ത് പോവാന്? വ്രതം എടുത്താൽ നോൺ വെജ് കഴിച്ചുവിടുന്ന റൂളുണ്ട്. എല്ലാരും കണക്ക് തന്നെ. യാ അല്ലാ. എന്താ മെനഞ്ഞാൽ നോമ്പായിട്ട് ഉച്ചയ്ക്ക് മന്തിക്കവിടെ ഇറങ്ങി വരുന്നുണ്ടല്ലോ ഇക്ക. ഞാനോ? ഇക്ക തന്നെ മെനങ്ങാന്ന്. അത് ഞാൻ മണം പിടിക്കാൻ പോയതാ. മണം പിടിക്കാനോ? ആ ഈ നോമ്പ് സമയത്ത് നമുക്ക് വിശപ്പടക്കാൻ പറ്റില്ലെങ്കിൽ മണം പിടിച്ച് വിശപ്പ് പറ്റാം. നോമ്പ് മുറിയൂല. അല്ലേ? അതുപോലെ അറിയാണ്ടോ അബദ്ധത്തിലോ കഴിച്ചാൽ നോമ്പ് മുറിയൂല. ഉമ്മ നിസ്കരിക്കുന്ന സമയം നോക്കി അടുക്കളയിൽ കയറി പ്ലേറ്റ് എടുത്ത് അതിനകത്ത് 2 അരിപ്പത്തിരിയും ചാറും ഒഴിച്ച് കമാന്ന് അടിക്കുന്ന അല്ല അബദ്ധം.